ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദി തീഫ് സ്റ്റോറി എന്ന് പറയുന്ന റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു യങ് ബോയുടെയും അനിൽ എന്ന് പറയുന്ന ഒരു യങ് മാൻ്റെയും കഥയാണ്. അപ്പോൾ ഈ യങ് ബോയ് ഒരു തീഫാണ്. അപ്പോൾ ആ യങ് ബോയ് അനിലിൻ്റെ പരിചയപ്പെടുകയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ബോയ് അദ്ദേഹത്തിനെ ചതിക്കുമോ, ആ വിശ്വാസം തകർക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നരേറ്റർ കഥ പറയുന്നത് യങ് ബോയ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് നോക്കാം. I was still a thief when I met Anil, and though only 15, I was an experienced and fairly successful hand. Anil was watching a wrestling match when I approached him. He was about 25, a tall, lean fellow, and he looked easygoing, kind, and simple enough for my purpose. I hadn't had much luck of late and thought I might be able to get into the young man's confidence. You look a bit of a wrestler yourself, I said. A little flattery helps in making friends. So do you? He replied, which put me off for a moment, because at that time I was rather thin. Well, I said modestly, I do wrestle a bit. What's your name? Hari Singh. I lied. I took a new name every month. That kept me ahead of the police and my former employers. After this introduction, Anil talked about the well-oiled wrestlers who were grunting, lifting and throwing each other about. I didn't have much to say. Anil walked away. I followed casually. Hello again, he said. I gave him my most appealing smile. I want to work for you, I said, but I can't pay you. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ യങ് ബോയ് ഒരു തീഫാണ്. ഏകദേശം 15 വയസ്സുണ്ട്. അവന് 15 വയസ്സേ ഉള്ളൂവെങ്കിലും അവൻ നല്ല എക്സ്പീരിയൻസ്ഡായ അല്ലെങ്കിൽ നല്ലോണം മോഷ്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ റെസ്ലിംഗ് മാച്ച് കണ്ടുകൊണ്ടിരുന്ന ഏകദേശം 25 വയസ്സുള്ള ഒരു ടാൾ ലീൻ ഫെലോയെ, അതാണ് അനിലിനെ ഇവൻ കാണുകയാണ്. അപ്പോൾ അവനെ കണ്ടാൽ അറിയാം ഒരു ഈസി ഗോയിങ് ആണ്, ഒരു സാധു മനുഷ്യനാണെന്നറിയാം. അവനോട് പോയി പരിചയപ്പെട്ട് അവനിൽ നിന്ന് മോഷ്ടിക്കാം അങ്ങനെയുള്ള ചിന്തകളാണ് അവൻ്റെ ഉള്ളിലേക്ക് വന്നത്. അവിടെ ചെന്നിട്ട് അവൻ അനിലിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ കണ്ട ഒരു റെസ്ലറിൻ്റെ കണക്കൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. കാരണം അവനൊരു അനിലെന്ന് പറയുന്ന ഒരു ലീൻ, അധികം വണ്ണമില്ലാത്തതാണ്, ഒന്ന് ജസ്റ്റ് കളിയാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ച് അനിലും അതേപോലെ തന്നെ നിന്നെ അതുപോലെ തന്നെയാണ് തോന്നിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ കുറച്ച് സംസാരിച്ചു. അനിൽ പേരെന്താണെന്ന് നമ്മുടെ ബോയുടെ അടുത്ത് ചോദിച്ചു. ഹരി സിംഗ് എന്ന ഒരു കള്ളപ്പേരാണ് പറഞ്ഞത്. കാരണം ഇവൻ എവിടെ ചെന്നാലും ഇവൻ പേര് മാറ്റിയാണ് പറയാറ്. ഒന്ന് പോലീസിൻ്റെ കാരണവും, രണ്ട് ഇവന് മുമ്പ് ജോലി കൊടുത്തിരുന്നവരൊക്കെ പറ്റിച്ചാണ് അവൻ വന്നത്. അവരെ പേടിച്ചുമാണ് ഈ പേര് മാറ്റി പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ രണ്ടുപേരും റെസ്ലേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ഇവർ രണ്ടും വാക്ക് ചെയ്തു. അതായത് അനിൽ വാക്ക് ചെയ്ത് പോയി, പിറകെ ഇവനും പോയി. വീണ്ടും അവർ പരസ്പരം കണ്ടുമുട്ടി. എന്നിട്ട് ഈ ബോയ് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് ചോദിച്ചു. ബട്ട് ഐ കാൺ പേ യു. അപ്പോൾ അനിൽ തിരിച്ച് പറഞ്ഞ എന്താണ്, പക്ഷേ എനിക്ക് നിനക്ക് പേ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയ്ക്കും പൈസയൊന്നും അനിലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഐ തോട്ട് ദാറ്റ് ഓവർ ഫോർ എ മിനിറ്റ്. Perhaps I had misjudged my man. I asked, can you feed me? Can you cook? I can cook. I lied again. If you can cook, then maybe I can feed you. He took me to his room over the Jumna Street shop and told me I could sleep on the balcony. But the meal I cooked that night must have been terrible because Anil gave it to a stray dog and told me to be off. But I just hung around, smiling in my most appealing way, and he couldn't help laughing. Later he patted me on the head and said never mind, he had taught me to cook. He also taught me to write my name and said he would soon teach me to write the whole sentence and to odd numbers. I was grateful. I know that once I could write like an educated man, there would be no limit to what I could achieve. It was quite pleasant working for Anil. I made the tea in the morning and then would take my time buying the day's supplies, usually making a profit of about ₹1 a day. I think he knew I made a little money this way, but he did not seem to mind.
എന്താണ് അപ്പോൾ അവൻ വിചാരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ ഇതെന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആ ബോയ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഫീഡ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എനിക്ക് ആഹാരം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബോയിയുടെ അടുത്ത് തിരിച്ച് അനിൽ എന്താണ് ചോദിച്ചത്, ക്യാൻ യു കുക്ക്, നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമോ? അപ്പോൾ ബോയ് തിരിച്ചൊരു കള്ളമാണ് പറഞ്ഞത്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്ന്. ബോയ് വെറുതെ ഒരു കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എന്നെ ഫീഡ് ചെയ്യാനോ എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. ജുംന സ്വീറ്റ് ഷോപ്പിനടുത്തുള്ള അനിലിൻ്റെ റൂമിലേക്ക് അവനെ കൊണ്ടുപോയി. ബാൽക്കണിയിലൊക്കെ നിനക്ക് വേണമെങ്കിൽ കിടക്കാമെന്ന് പറഞ്ഞു. ആ നൈറ്റിൽ ആ ബോയ് ഉണ്ടാക്കിയ ആഹാരമൊന്നും കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതെടുത്തൊരു ഡോഗിനാണ് കൊടുത്തത്. അവിടെ നിന്ന് പൊയ്ക്കോളാൻ ബോയിയുടെ അടുത്ത് വെറുതെ ആണെങ്കിലും പറഞ്ഞു. ബോയ് അവസാനം സ്മൈൽ ചെയ്ത് അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. അനിൽ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഹത്ത് തട്ടിയിട്ട് എന്ത് ചെയ്തു, അവനെ കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ പേരും ഒക്കെ എഴുതാനും ഒക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഇനി ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് എഴുതാനും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കാമെന്നും ആ ബോയിനോട് പറഞ്ഞു. അപ്പോൾ ബോയ് ആലോചിക്കുകയാണ്, എന്താണ് ഒരു എഡ്യൂക്കേറ്റഡ് മാനിനെ കണക്ക് എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു അവസാനവും ഉണ്ടാവില്ല എന്ന് ആ ബോയ് മനസ്സിലാക്കി. It was quite pleasant walking for Anil. I made the tea in the morning and then would take my time buying the day's supplies, usually making a profit of about ₹1 a day. I think he knew I made a little money this way, but he did not seem to mind. എന്താണ് അനിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. കാരണം രാവിലെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ പോകണം. അങ്ങനെ പോകുന്ന വഴിക്ക് അവന് ₹1 അതിനകത്ത് നിന്നൊക്കെ മിച്ചം പിടിച്ച് കിട്ടും. ഈ ₹1 എടുക്കുന്നത് അനിലിനും അറിയാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ അയാൾ അത് മൈൻഡ് ചെയ്യുന്നതായിട്ട് ഭാവിക്കില്ല. അനിൽ മെയ്ഡ് മണി ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഹി വുഡ് ബോറോ 1 week, lend the next. He kept worrying about his next check, but as soon as it arrived, he would go out and celebrate. It seems he wrote for magazines, a sure way to make a living. One evening, he came home with a small bundle of notes, saying he had just sold a book to a publisher. At night, I saw him tuck the money under the mattress. I had been working for Anil for almost a month, and apart from cheating on the shopping, had not done anything in my line of work. I had every opportunity for doing so. Anil had given me a key to the door, and I could come and go as I pleased. He was the most trusting person I had ever met, and that is why it was so difficult to rob him. It's easy to rob a greedy man because he can afford to be robbed, but it's difficult to rob a careless man. Sometimes he doesn't even notice he had been robbed, and that takes all the pleasure out of the work. Well, it's time I had some real works. I told myself I am out of practice, and if I don't take the money, he will only waste it on his friends. After all, he doesn't even pay me. അപ്പോൾ അനിൽ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അനിൽ ചിലപ്പോൾ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരാഴ്ച അവൻ കടം വാങ്ങിക്കും, പിറ്റേ ആഴ്ച അവൻ കടം കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലാണ് അവൻ പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ അവന് ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് പൈസ കിട്ടുന്നില്ല. അവന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതും കൊണ്ടുപോയി വെളിയിൽ പോയി സെലിബ്രേറ്റ് ചെയ്യും. മാഗസീൻസിലോ വല്ലോ എഴുതുകയാണ് അവൻ ചെയ്യാറ്. ഒരു ദിവസം ഈവനിങ്ങിൽ കുറച്ച് നോട്ടുകെട്ടുകളുമായിട്ട് അവൻ വന്നു, ചെറിയ നോട്ടുകെട്ടുമായിട്ട് വന്നു. എന്നിട്ട് അവൻ അനിൽ പറഞ്ഞെന്താണ്, അവൻ്റെ ഒരു ബുക്ക് പബ്ലിഷറിന് വിറ്റു എന്ന് പറഞ്ഞിട്ട് നോട്ടുകെട്ടെടുത്ത് ആ മാട്രസിൻ്റെ അടിയിലേക്ക് വെച്ചു. അപ്പോൾ ഈ ബോയ് അനിലിന് വേണ്ടി ഏകദേശം 1 മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികമായിട്ട് പൈസ ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ. അനിൽ അവനൊരു വീട്ടിൻ്റെ ഒരു സെറ്റ് ഓഫ് കീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ഒരു കാര്യം എടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും എടുത്തിട്ടില്ല. അനിൽ വളരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബോയ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോയ്ക്ക് അവനെ റോബ് ചെയ്യാനും പാട്. കാരണം ഒരു ഗ്രീഡി മാൻ അല്ലെങ്കിൽ പൈസയോട് അത്രയ്ക്കും ആഗ്രഹമുള്ള ആർത്തിയുള്ള മനുഷ്യനാണെങ്കിൽ റോബ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവൻ ഒരു കെയർലെസ് മാനാണ്. അനിൽ ഒരു കെയർലെസ് മാനാണ്. ചിലപ്പോൾ ആ പൈസ എടുത്താൽ അത് എടുക്കുന്നത് പോലും അവൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിനുള്ള പ്ലഷർ മൊത്തം ഈ ബോയ്ക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇനി അവൻ വിചാരിക്കുകയാണ്, ഇനി അത് ചെയ്യാതിരുന്നാൽ പറ്റില്ല. കാരണം ഇതാണ് എൻ്റെ റിയൽ വർക്ക്, അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നാളായിട്ട് ഔട്ട് ഓഫ് പ്രാക്ടീസാണ്. ഈ പൈസ ഞാൻ എടുത്തില്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ വീതിച്ച് കൊടുക്കും. ഇതുവരെ അവൻ എനിക്ക് പൈസ തന്നിട്ടില്ല, വർക്കിനൊന്നും അവന് പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് എടുക്കാമെന്ന് ഈ ബോയ് വിചാരിച്ചു. അനിൽ വാസ് അസ്ലീപ്പ്. എ ബീം ഓഫ് മൂൺലൈറ്റ് സ്റ്റെപ്ഡ് ഓവർ ദ ബാൽക്കണി ആൻഡ് ഫെൽ ഓൺ ദ ബെഡ്.
I sat upon the floor, considering the situation. If I took the money, I could catch the 10:30 express to Lucknow. Slipping out of the blanket, I crept up to the bed. Anil was sleeping peacefully. His face was clear and unlined. Even I had more marks on my face, though mine were mostly scars. My hands slid under the mattress, searching for the notes. When I found them, I drew them out without a sound. Anil sighed in his sleep and turned on his side towards me. I was startled and quickly crawled out of the room. When I was on the road, I began to run. I had the notes at my waist, held there by the string of my pyjamas. I slowed down to a walk and counted the notes, 600 rupees in 50s. I could live like an oil-rich Arab for a week or two. അപ്പോൾ അനിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവൻ പതുക്കെ അനിലിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. 10:30 ആകുമ്പോൾ 10:30 എക്സ്പ്രസ് ട്രെയിൻ, ലക്നൗവിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോൾ അവൻ പൈസ മോഷ്ടിച്ച് തന്നാൽ അവന് കിട്ടും, അതിലവന് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് പതുക്കെ ആ നോട്ടുകെട്ടുകളെ എടുത്തു അവൻ. അപ്പോൾ അനിലൊന്ന് അനങ്ങുന്ന കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? ആ പൈസ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം ഓടി പുറത്തേക്കെത്തി. കുറേ ദൂരം ഓടിയതിന് ശേഷം അവൻ പതുക്കെ നടന്ന് ആ പൈജാമയിൽ നിന്നും അവൻ്റെ പൈസ എടുത്ത് നോക്കിയപ്പോൾ, അവൻ്റെ പൈസ അല്ല, ആ പൈസ എടുത്ത് നോക്കിയപ്പോൾ 600 രൂപ ഉണ്ടായിരുന്നു. 50-ൻ്റെ നോട്ട് കെട്ടുകളിൽ 50-ൻ്റെ നോട്ടായിട്ട് 600 രൂപ. അപ്പോൾ വിചാരിക്കുകയാണ് വളരെ ലാവിഷായിട്ട് ഇവന് ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഈ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റും. When I reached the station, I did not stop at the ticket office. I had never bought a ticket in my life, but dashed straight to the platform. The Lucknow Express was just moving out. The train had still to pick up speed, and I should have been able to jump into one of the carriages, but I hesitated for some reason I can't explain, and I lost the chance to get away. When the train had gone, I found myself standing alone on the deserted platform. I had no idea where to spend the night. I had no friends, believing that friends were more trouble than help, and I did not want to make anyone curious by staying at one of the small hotels near the station. The only person I know really well was the man I had robbed. Leaving the station, I walked slowly through the bazaar. In my short career as a thief, I had made a study of men's faces. When they had lost their goods, the greedy man showed fear. The rich man showed anger. The poor man showed acceptance. But I know that Anil's face, when he discovered the theft, would show only a touch of sadness, not for the loss of money, but for the loss of trust. I found myself in the Maidan and sat down on a bench. That night was chilly. It was early November, and a light drizzle added to my discomfort. Soon it was raining quite heavily. My shirt and pajamas stuck to my skin, and cold wind blew the rain across my face. I went back to the bazaar and sat down in the shelter of clock tower. The clock showed midnight. I felt for the knots. They were damp from rain. എന്ത് ചെയ്തു? നേരെ ടിക്കറ്റ് ഓഫീസിലൊന്നും നിൽക്കാതെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. ടിക്കറ്റ് എടുക്കുന്ന ശീലവനില്ല. പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. എന്നിട്ട് ലക്നൗ എക്സ്പ്രസ് അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ക്യാച്ചബിൾ സ്പീഡായിരുന്നു. അവൻ ഓടിയിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കിട്ടുമായിരുന്നു. അതിനകത്ത് ഏതെങ്കിലും ഒരു കരേജിനകത്തേക്ക് അവന് കയറാനും പറ്റുമായിരുന്നു. പക്ഷേ അവൻ ഒന്ന് മടിച്ചു നിന്നു. എന്തോ കാര്യം അവനെ പിൻവിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിൻ പോയതിനു ശേഷം അവൻ ഒറ്റയ്ക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഇവൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഫ്രണ്ട്സൊന്നുമില്ല. ഹോട്ടലിലും റൂം എടുക്കാൻ പറ്റത്തില്ല. ആകെ അവൻ അവിടെ അറിയാവുന്നത് ആരെയാണ്? അവൻ മോഷ്ടിച്ച അനിലിനെ തന്നെയാണ്. അങ്ങനെ അവൻ പതുക്കെ ബസാറിലേക്ക് നടക്കുകയാണ്. അവൻ്റെ ഈ കരിയർ അല്ലെങ്കിൽ ഈ ചെറിയ ലൈഫിൽ അവൻ ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാരുടെയൊക്കെ മുഖഭാവം എങ്ങനെയാവുമെന്ന് ഇവനറിയാം. ഇപ്പോൾ ഒരു ഗ്രീഡി മാനാണ് മോഷ്ടിക്കുന്നതെങ്കിൽ അയാൾ പേടിക്കും. റിച്ച് മാനാണെങ്കിൽ അയാൾ ദേഷ്യം കാണിക്കും. പുവർ മാനാണെങ്കിൽ അതെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അനിലിൻ്റെ ഫേസ് എങ്ങനെയായിരിക്കും? ദുഃഖമായിരിക്കും. കാരണം ആ പൈസ നഷ്ടപ്പെട്ടതിലുള്ളതല്ല, മറിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമായിരിക്കും. അങ്ങനെ അവൻ പതുക്കെ നടന്ന് മൈതാനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു ബെഞ്ചുണ്ട്, അതിനകത്ത് ഇരിക്കുന്നു. നവംബർ നൈറ്റാണ്, വളരെ കോൾഡാണ്, നല്ല രീതിയിൽ റെയിനൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ആകെ നനയുന്നുണ്ട്. അതിനുശേഷം പതുക്കെ ബസാറിൽ വഴി ക്ലോക്ക് ടവറിൻ്റെ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നോട്ട്സ് എടുത്ത് നോക്കിയാണ്. നോട്ട്സും ആ മഴയിൽ നനഞ്ഞിരിക്കുകയാണ്. Anil's money in the morning, he would probably have given me 2 or 3 rupees to go to the cinema. But now I had it all. I couldn't cook his meals, run to the bazaar, or learn to write the whole sentence anymore. I had forgotten about them in the excitement of theft. Whole sentences
I know could one day bring me more than a few hundred rupees. It was simple matter to steal, and sometimes just as simple to be caught. But to be a really big man, a clever and respected man, was something else. I should go back to Anil, I told myself, if only to learn to read and write. I hurried back to the room, feeling very nervous, for it much easier to steal something than to return it undetected. I opened the door quietly, then stood in the doorway. It clouded moonlight. Anil was still asleep. I crept to the head of the bed, and my hand came up with knots. I felt his breath on my hand. I remained still for a minute. Then my hand found the edge of the mattress and slipped under it with the knots. അപ്പോൾ എന്ത് ചെയ്തു? ഇത് അനിലിൻ്റെ പൈസയാണ്. ഈ അനിലിൻ്റെ പൈസ അവൻ എടുത്തില്ലായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? അനിൽ ഇവന് സിനിമ കാണാൻ വേണ്ടിയൊക്കെ പൈസ കൊടുക്കുമായിരുന്നു, ബസാറിൽ പോകുമായിരുന്നു, അനിലിന് വേണ്ടി കുക്ക് ചെയ്യായിരുന്നു, ഹോൾ സെൻറ്റൻസൊക്കെ എഴുതാൻ അനിൽ പഠിപ്പിക്കുമായിരുന്നൊക്കെ ആലോചിക്കുകയാണ്. ആ കാര്യം അവൻ മറന്നുപോയി. കാരണം ഹോൾ സെൻറ്റൻസ് പഠിക്കുന്നത് വഴി ഇവന് നല്ല രീതിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. എഴുതാനും വായിക്കാനും വിദ്യാഭ്യാസം നേടുന്നതൊക്കെ വഴി ഇവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ മറന്നുപോയി. കാരണം മോഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, മോഷണം ചെയ്ത് പിടിക്കപ്പെടുക എന്നുള്ള സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഒരു റെസ്പെക്റ്റഡ് മാനായിട്ട് മാറുക എന്നുള്ളത് ഒരിക്കലും ഒരു സിമ്പിൾ കാര്യമല്ല എന്ന് അവൻ മനസ്സിലാക്കി. അവൻ വളരെ നെർവസായി. അപ്പോൾ അവന് തിരിച്ചു പോകണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ പതുക്കെ തിരിച്ചു പോയി. പൈസ ആരും അറിയാതെ അപ്പോഴും അനിൽ ഉറങ്ങുമായിരുന്നു, അനിലിൻ്റെ മാട്രസിൻ്റെ അടിയിലേക്ക് വെച്ചു. I woke late next morning to find that Anil had already made the tea. He stretched out his hand towards me. There was a 50-rupee note between his fingers. My heart sank. I thought I had been discovered. I made some money yesterday, he explained. Now you will be paid regularly. My spirit rose, but when I took the notes, I saw it was still wet from the night's rain. Today we will start writing sentences, he said. He knew, but neither his lips nor his eyes showed anything. I smiled at Anil in the most appealing way, and the smile came by itself without any effort. അപ്പോൾ എന്ത് ചെയ്തു? ഈ തിരിച്ച് വെച്ച് കണ്ടിട്ട് രാവിലെ അവൻ താമസിച്ചാണ് എഴുന്നേറ്റത്. നോക്കിയപ്പോൾ അനിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ ടീ ഇട്ടിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? വന്ന് 50 രൂപ വരെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ കുറച്ച് പൈസ കിട്ടി, ഇനി മുതൽ ഡെയിലി നിനക്ക് പൈസ ഞാൻ തരും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവന് ഭയങ്കര എന്തോ ഒരു സ്പിരിറ്റ് ക്രോസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു എമോഷണലി അവൻ ഡാമേജ്ഡ് ആയിപ്പോയി. ആ നോട്ട് അപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത്. അവൻ എടുത്ത് പൈസ മേടിച്ചപ്പോൾ ആ നോട്ട് അപ്പോഴും നനഞ്ഞാണ് ഇരിക്കുന്നത്. എന്നിട്ട് അനിൽ പറയുന്നുണ്ട്, ഇന്ന് മുതൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ സെൻറ്റൻസ് എഴുതാൻ പഠിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അനിലിനറിയാം ഈ പൈസ അവൻ എടുത്തിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവച്ചതാണെന്നൊക്കെ അറിയാം. പക്ഷേ അവൻ അതിൻ്റെ ഒരു സിമ്പലും കാണിക്കുന്നില്ല. പകരം ഈ ബോയ് അനിലിനെ നോക്കി ചിരിക്കുകയാണ്. അത് പക്ഷേ നേരത്തെ ചിരിച്ച കണക്ക് അവനെ പറ്റിക്കണം അല്ലെങ്കിൽ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ചിരിയല്ല, ഒരു എഫേർട്ടും ഇല്ലാതെ അത് മനസ്സിൽ നിന്ന ചിരിയാണ്. അപ്പോൾ ആ ബോയ്ക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ് ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.